ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണ്. പിന്നെ വെച്ചാൽ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം? അൽഹംദുലില്ലാ നമ്മളും നല്ല ഹാപ്പി ആയിട്ട് സുഖമായിട്ട് പോകുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ കാലാവസ്ഥയെല്ലാം ഇപ്പം നല്ല മഴയാണല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ തന്നെ എണീച്ച പാടെ തന്നെ നല്ല തണുപ്പും നല്ല തണുത്തിട്ടുള്ളൊരു ക്ലൈമറ്റെല്ലാം ആണ് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ ഇതാ ഞാൻ ഉച്ചക്ക് ആണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കുറേ ആയില്ലേ വ്ളോഗും ഡേ മൈ ലൈഫൊന്നും ഷൂട്ട് ചെയ്യാത്ത. അപ്പോൾ ഇന്നൊരു ദിവസം ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞത്. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം ഇപ്പോഴും ഒരേപോലെ ആവണമെന്നില്ല. ഇടയ്ക്ക് ചിലപ്പം കിച്ചണിൽ കയറാനും ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഭയങ്കര മടി ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് നല്ല മഴയിലുള്ള സമയത്ത്. അങ്ങനെ ഒരു ദിവസം കേട്ടോ എനിക്കും നല്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു മടിയെല്ലാം ഉണ്ടായിന്, ചോറ് വെക്കാനും കറി വെക്കാനെല്ലാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് പുറത്തുനിന്ന് എന്തെങ്കിലും ചോറെല്ലാം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച് ഇക്കാൻ വീട്ടിൽ തന്നെ ഉള്ള ദിവസമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനാ ഫുഡ് പുറത്തുനിന്ന് വയ്ക്കുന്നത്, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പം സാധാ ചോറൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈമും ഇല്ല. മാത്രമല്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെന്തിട്ടാണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച ഏതായാലും നെയ്ച്ചോറും ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചോറ്. അപ്പം സാധാ നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വലിയ ടൈമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് കുക്കറിൽ പെട്ടെന്ന് തന്നെ ചോറും കറിയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ചിക്കൻ കറി. അപ്പം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറി. ഞാൻ ചിക്കൻ കറീൻ്റെ റെസിപ്പിയെല്ലാം മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം ഇതാ ഉള്ളിയും തക്കാളിയും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് ചിക്കനും ഇട്ട് മസാല പൗഡേഴ്സെല്ലാം ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ അവിടെ അടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 2 വിസിലാകുമ്പം ഓഫാക്കിയാൽ നമ്മളെ നല്ല അടിപൊളി കറി, ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതത് ഞാൻ 2 വിസിലെല്ലാം ആയ സമയത്ത് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ചോറുണ്ടാക്കണം. അങ്ങനെ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചോറുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. എടുത്ത സാധനങ്ങളെല്ലാം അതേ സ്ഥലത്ത് എടുത്ത് വെക്കുക. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എടുത്ത സാധനം അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചാൽ നമുക്ക് കുറച്ച് പണി കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ അതെല്ലാം സെറ്റായതിന് ശേഷം ഞാൻ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതേ കുക്കറിൽ തന്നെയാണ് ചോറ് വെച്ചിട്ടുള്ളത്. അതിൽ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും അവിടെ സെറ്റാക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചോറും കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിന്. അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം പുറത്ത് നല്ല മഴയിലും പെയ്യുന്നുണ്ടായിന് കേട്ടോ. അപ്പം നല്ല ചൂടോടിയുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പം അതെല്ലാം കൂടി കഴിക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചതിന് ഒരു സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുറത്തത്തെ വ്യൂ കണ്ട, മഴ ഒന്ന് അടങ്ങി പിന്നെ ആദ്യം പെയ്യാൻ പോകുന്നു, ആദ്യം ഒന്ന് അടങ്ങുന്നത്, അങ്ങനെയാണ് കേട്ടോ. ഫുൾ ടൈം മഴ തന്നെ ഉണ്ടായത്. എനിക്കൊന്ന് ഒരു വൈകുന്നേരം വരെ നല്ല മഴയാണെന്ന് തോന്നുന്നുണ്ടായിന്. അതിന് ശേഷം പിന്നെ അങ്ങനെ മഴ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നല്ല തണുപ്പും എല്ലായിടത്തും ചൂടും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളിന് കുറച്ച് നാളത്തേക്ക് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ആയിരിക്കുമല്ലോ. അങ്ങനെ ഇതാ പിന്നെ ഒരു വൈകുന്നേരം 5 മണി ആയ സമയത്ത് ഇതാ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആയി ഷവർമ്മ തിന്നാത്ത. അങ്ങനെ ഇതാ ഷവർമ്മയും ചായയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു രാത്രി ആയ സമയത്ത് നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിന്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഈ മാസം 17 മോൻ്റെ ബർത്ത്ഡേ ആണ്, 17 മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം
ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പാലക്കാട് ലുലുവിലേക്കാണ് വന്നിട്ടുണ്ടായത് കേട്ടോ. വന്ന ആ ടൈം സംഭവം നല്ല ഓഫർ ഉണ്ടായിന്. 4 to 7 അങ്ങനെ തോന്നുന്നു ലുലുവിൽ ഓഫർ ഉണ്ടായിന്. അപ്പോൾ എല്ലാത്തിനും നല്ല ഓഫറിൽ ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഇതാ മോനിക്ക് ഡ്രസ്സ് നോക്കലാണ്, ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിന് കേട്ടോ. ഞാനത് അപ്പം കുറച്ച് എടുത്തിട്ടുണ്ടായിന് മോനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വെച്ചാൽ ഇതാ ബർത്ത്ഡേ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 ബർത്ത്ഡേക്കും ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ വെച്ചാൽ ആ എടുത്ത ആ ഒരു സമയത്ത് മാത്രമേ നമ്മളത് യൂസ് ചെയ്യുന്നില്ലൂ, പിന്നെ അത് ഇടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. വെറുതെ ആ ഒരു ദിവസത്തേക്ക് മാത്രമല്ലേ, പിന്നെ അത് ഇടുന്നില്ല. ഒന്നാമത് വൈറ്റും ആണ്, അപ്പോൾ അത് കാര്യമില്ലല്ലോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് ഉണ്ടാ ഇതാണ് കേട്ടോ നോക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ പല ടൈപ്പ് പല കളറും ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഇപ്പം കാണിച്ച ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇല്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന് മോനിക്ക്. അതാണ് എടുത്തിട്ടുണ്ടായത്. അപ്പം വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കലാണ്. ഗേൾസിൻ്റെ എല്ലാം ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ചെറിയ ചെറിയ ഉടുപ്പും ഫ്രോക്കും അങ്ങനെ എന്തെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറേ ജിംക്കീസ്. ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് നടന്നിട്ട് ഒന്ന് നോക്കിയേ. നമ്മൾ ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാൻ നല്ല വാങ്ങല്ലേ, അങ്ങനെ നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഇക്ക ഷൂ നോക്കുന്നുണ്ടായിരുന്നു. ഇക്ക എവിടെ പോയാലും ഷൂ മാത്രമേ നോക്കലില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇക്ക ഷൂ നോക്കിയിട്ട് അതെടുക്കുന്നുണ്ട്. അങ്ങനെ മോൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വെച്ചാൽ ഓഫറായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിന്. അപ്പം പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തതാണ് കേട്ടോ. ഓഫറായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിന്. കണ്ടില്ല, നല്ല ആൾക്കാരും കൂട്ടങ്ങളെല്ലാം ഉണ്ടായിന്. എല്ലാത്തിനും നല്ല ഓഫറെല്ലാം ഉണ്ടായിന്. അപ്പം നമ്മൾ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കലാണ് കേട്ടോ. പിന്നെ എപ്പോഴും പോലെ ഫുഡ് വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, കാരണം നല്ല റഷ് ഉണ്ടായതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പം കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. അതെല്ലാം വാങ്ങി കുറച്ച് പർച്ചേസെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ രാത്രിയാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. അപ്പോൾ രാത്രി തിരിച്ച് ഫുഡെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്ര തന്നെ. ഇനി മോൻ്റെ ബർത്ത്ഡേ വരാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ബർത്ത്ഡേ വ്ളോഗിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു, അസ്സലാമു അലൈക്കും.